ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരമാണ്. മേഡം എത്ര വെയില് എൻ്റെ അമ്മയെ പാവം, എനിക്കിഷ്ടമായി. എത്ര കാലമായി മേഡം ചെയ്യുന്നത്? 3 വർഷമായിട്ട് സ്ട്രീറ്റിലെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പുള്ളിക്കാരനൊക്കെ നമ്മുടെ സ്ഥിരം. അതെ അല്ലേ? പാവ ഇവിടെ ഇരിക്കും, ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുമ്പോ കൊടുക്കും. 3 വർഷമായി. എവിടെ വീട്? ഞങ്ങൾ നന്ദൻകൂട. പിന്നെ ഇതിനുള്ള ഫണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അയ്യോ, മേഡം എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്, വിസിറ്റിംഗ് പ്രൊഫസർ കൂടെയാണ് മാൾഡീവ്സ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ. അപ്പൊ നിങ്ങളൊരു ഫ്രണ്ട്സ് ഉണ്ട്? ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ്, പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് അവരുടെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഇത് ചെയ്യും. മാത്രമല്ല ഞങ്ങളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരുമോ? എല്ലാ ദിവസവും വരും. കാരണം കുറച്ച് അമ്മമാർക്ക് ജീവിക്കാനുള്ളൊരു വഴി ഒരുക്കലും കൂടെയാണ് അവരെ പാചകമൊക്കെ. ഓ ശരി, വരുമാനം ഉണ്ടാക്കി കൊടുക്കും. അവർക്കൊരു വരുമാനമായി, ഇവർക്ക് ഫുഡുമായി. ഒരുപാട് നല്ല കാര്യം. അപ്പൊ അവരെല്ലാം രാവിലെ ചെയ്തു തരും, നിങ്ങൾ വണ്ടിയിൽ കൊണ്ടുവരും. അപ്പൊ മേഡാണോ എന്ന് വരുന്നേ? ഞാൻ ചില സമയം ഞങ്ങൾ മസ്കറ്റിലെ ഹസ്ബൻഡ് അങ്ങോട്ട് പോകാൻ തൃശ്ശൂർ വീട് പോകുമ്പോൾ ആരെങ്കിലും ആയിട്ട് മാറി ചെയ്യും. പേര് അഞ്ജു പാർവതി. ഇതിനെന്തിനെങ്കിലും പേരുണ്ടോ ഈ ഒരു സംഘടനക്ക്? അല്ല, മനസ്സിലായി. കൂട്ടായ്മ ഒന്നുമില്ല, ഓൺലി സ്നേഹം, വേറെ റിപ്ലൈ ഇല്ല. അല്ല, നമ്മളെ ജീവിതത്തിൽ എത്ര കോടി ഉണ്ടായിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയ. മറ്റേ ആളെ മനസ്സിലാക്കാൻ സ്നേഹിക്കാന്നില്ലേല് കുറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. ഞാൻ ദൂരെ നിൽക്കുമായിരുന്നു, അപ്പോ അവർക്ക് കൊടുത്തു. പിന്നെ രണ്ടാമത് ആണോ? ഞാനിവിടെ, ഞാൻ കണ്ണൂരാണ്. ശ്രീലത, ടീച്ചറാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചറാണ്. ഞാനൊരു സെക്ഷൽ ഹരാസ്മെന്റ് നേരിട്ടു. പോലീസുകാരെല്ലാം പ്രതിൻ്റെ കൂടെ, ശ്രീലത. അപ്പം ഞാനിവിടെ ഒരു സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അപ്പം ഞാൻ ഇതുപോലെ വെള്ളം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ പരിമിതി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യും. ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ ബിരിയാണി ഇങ്ങനെ ആരോ വെച്ചിട്ട് പോയി, എന്നിട്ട് അത് കാക്ക കൊത്തുന്നു. വെജിറ്റേറിയൻ ഫുഡേ കഴിക്കാറുള്ളൂ. അതെ അല്ലേ? അപ്പൊ ഭയങ്കര സ്ട്രൈക്കൊക്കെ വരുമ്പോൾ നമുക്ക് വണ്ടി നിർത്തി കൊടുക്കാൻ പറ്റൂല. നമ്മൾ എങ്ങനെയും കണ്ടെത്തി കൊടുക്കും. എന്നിട്ട് ഇതെന്തായിന്നറിയോ? കാക്ക കൊത്തുന്നു. ഞാൻ തിരിച്ചു വരുമ്പം പുള്ളി നല്ല ഉറക്കം. ആണോ? എല്ലാം ചെയ്യും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പോട്ടെ, സമയമായിട്ടുണ്ട്, പോട്ടെ. പോവാന്നോ? എന്റെ അമ്മേ, ഇതില് ഫുഡ് വെള്ളം എല്ലാം ഉണ്ട് അല്ലേ? അയ്യോ, ഇത്രയും നല്ലൊരു കാര്യം. പേര്? അഭിജിത്ത്. മാഡത്തിന്റെ കൂടെ ഹെൽപ്പിനുണ്ട് ചേച്ചി. വെരി ഗുഡ്. എല്ലാ നന്മയുണ്ടാവട്ടെ അല്ലേ? ഇതിന്റെ ഇരട്ടി ഉണ്ടാവട്ടെ, കൊടുക്കാനായിട്ട് ഉണ്ടാവട്ടെ അല്ലേ? ഇതിന്റെ ചുറ്റി ഇങ്ങനെ വരുവാണ്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ കൊടുക്കും വരെ ഇതാണ്, തീരുന്നവരെ ഓരോരാൾക്ക് കൊടുക്കും. ഈ വാങ്ങുന്നവരും ഹാപ്പി. ബിക്കോസ് ഇതെന്ന് പറയുമ്പം നമ്മളെല്ലാ ദിവസവും എന്നിട്ട് എന്താ പറയാ, കൊടുക്കുക. ഭക്ഷണമല്ലേ, 2-3 പേർക്ക് ജീവിക്കാനുള്ള വഴി, പ്ലസ് ഇവർക്ക് ഭക്ഷണം. അതെ, ഇവരും ഹാപ്പി, ഈ വാങ്ങുന്നവര്. എനിക്ക് തോന്നിയിട്ടുള്ളത് അന്നദാനമാണല്ലോ നമുക്ക്. പിന്നെ അതെ. ഓ, ബൈ. എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ എടുത്തതാ. ശരി, ഓക്കെ. ഞാൻ ഒരു